ഞങ്ങൾ ഇന്ന് ആകാശപാത കാണാൻ പോവാണല്ലേ? യെസ്. നമ്മുടെ ഹോസ്റ്റലിന്റെ അടുത്താ. ഹോസ്റ്റലിന്റെ കുറച്ചങ്ങോട്ട് നടക്കാനുണ്ടെന്ന് തോന്നുന്നു. ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. ഹായ് പറ. ഹലോ. കുറച്ച് പേര് ബാക്കിൽ നടന്നു വരുന്നത്. അപ്പൊ ഞങ്ങൾ ഏകദേശം ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിന്റെ അടുത്തെത്തി ഗൈസ്. അഖില വേണം സംസാരിക്കാൻ. അഖില നല്ല കണ്ടടിക്കും. ഗൈസ് നമ്മൾ എത്തി നിൽക്കുന്നു. നീ വെയിറ്റ് ചെയ്യണ്ടേ? അവർക്ക് വടി അറിയില്ല. നമ്മൾ വരുന്ന സമയമാകുമ്പോഴേക്കും ഇരുട്ടാവും. ഇരുട്ട് പ്രശ്നമില്ല. നമ്മളിപ്പോൾ ഏകദേശം ബോട്ടണി ഡിപ്പാർട്ട്മെന്റ് ഒക്കെ അടുത്തെത്താറായി. ഇവിടെ ഇനി നമ്മുടെ മെയിനായിട്ട് ഒരു ഏരിയയിൽ നമ്മുടെ ബൊട്ടാണിക്കൽ ഗാർഡൻ ഉണ്ട് ഗൈസ്. ഞങ്ങൾ ഇന്ന് വരെ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടില്ല എന്നുള്ളതാണ് വേറൊരു സത്യം. വൈകാണ്ട് ഞങ്ങളത് നോക്കാം. വൈകാണ്ട് നമ്മൾ ബൊട്ടാണിക്കൽ ഗാർഡൻ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നതാവും ഗൈസ് അല്ലേ? നമുക്ക് പ്രതീക്ഷിക്കാം. അത് ഒരു ഹൗസ്. പിന്നെ നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിറയെ ഒരുപാട് വെറൈറ്റി ഓഫ് പ്ലാന്റ്സ് ഉണ്ട് ഗൈസ്. വെറൈറ്റി ഓഫ് പ്ലാന്റ്സ്. ഇപ്പോൾ നമ്മുടെ ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ ഉള്ളിൽ പോയിട്ടുണ്ടെങ്കിൽ അതിലേറെ വെറൈറ്റി ഓഫ് പ്ലാന്റ്സ് ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അവിടെ പോയിട്ടില്ല. പക്ഷെ ഞാൻ മുന്നേ പോയിട്ടുണ്ട് കേട്ടോ PGന്റെ സമയത്ത്. നമ്മുടെ മുസാണ്ട സപ്പോട്ട. ഇവിടെ മറ്റേ മഞ്ഞപ്പൂക്കളൊക്കെ വിരിഞ്ഞ് തുടങ്ങുന്നുണ്ട് ഗൈസ്. വാടിപ്പോയി അല്ലേ? പിന്നെ ഈ ഒരു സൈഡിലായിട്ട് കുറേ സപ്പോട്ട മരങ്ങളുണ്ട്. ലെറ്റ്സ് ഗോ. ആ കാണുന്ന നമ്മുടെ ബോട്ടണി ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു. പക്ഷെ അത് വീഡിയോ എടുക്കാൻ മറന്നുപോയി. പിന്നെ ഇവിടെ കുറേ സപ്പോട്ട മരങ്ങളുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി. ഇതൊരു ചെറിയൊരു ഭാഗം മാത്രമാണ് കേട്ടോ. അതിനപ്പുറത്തേക്ക് കുറേ സംഭവം. അവിടെ നല്ല ഫോണൊക്കെ ഉണ്ടാകുന്ന രസമുണ്ടാവും. അവിടെ പോയിട്ട് ഫോട്ടോ എടുക്കാം. അവിടെ ശരിക്കും ഭയങ്കര ഒരു തണലാണ് ഇവിടെ പോയാൽ അല്ലേ? നല്ല ക്ലൈമറ്റ്. യെസ്. നമ്മുടെ ഏകദേശം നമ്മുടെ ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ ഏരിയ എത്തി ഗൈസ്. കണ്ടോ? അതാണ് നമ്മുടെ ബൊട്ടാണിക്കൽ ഗാർഡനിലേക്കുള്ള ഗൈറ്റ്. നമുക്ക് ഒരു ദിവസം അവിടെ പോയി എന്തായാലും അതിൻ്റെ ഉള്ളൊക്കെ കാണണം. അവിടെ എക്സ്പ്ലോർ ചെയ്യും ഗൈസ്. ഞങ്ങൾ ബൊട്ടാണിക്കൽ ഗാർഡൻ കാണിച്ചിട്ടുണ്ട് ഗൈസ്. This is our botanical garden. Yes, entering a center of learning. ഇതിന്റെ ഗേറ്റ് ഇവിടെയാണ് കേട്ടോ. We are entering a center of learning. Let us keep our ego outside the gate. എന്നൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. കുറേ പ്ലാന്റ്സ് ഒക്കെ ഉണ്ട്. ഞാൻ അതിൻ്റെ ഉള്ളിൽ പോയാലേ നമുക്ക് കൂടുതൽ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുള്ളൂ. നമുക്ക് പിന്നെ ഒരു സംഭവം. ഓക്കേ. നമ്മൾ ബൊട്ടാണിക്കൽ ഗാർഡൻ കഴിഞ്ഞ് വീണ്ടും നമ്മൾ നമ്മുടെ യാത്ര തുടങ്ങിയിരിക്കുന്നു ഗൈസ്. നെക്സ്റ്റ് നമ്മൾ വില്ലൂനിയാൽ എന്ന് പറയുന്നൊരു സ്ഥലത്തെത്തും. നമ്മുടെ ഇവിടുത്തെ ഒരു അങ്ങാടിയാണ് കേട്ടോ അല്ലേ? അല്ല സിൻസിമോ? ഇതാണ് നമ്മുടെ ജംഗ്ഷൻ ഗൈസ്. ഇവിടെ നമ്മുടെ അമ്പലം. പാഷൻ ഫ്രൂട്ട് ഗൈസ്. അല്ല സല്ലേ വീട്. ഈ സ്ഥലം കാണാൻ നിങ്ങൾ നടക്കാൻ വീഡിയോ എടുക്കട്ടെ. കാണാം. ഈ കാട്ടിനുള്ളിലൊക്കെ നിന്നെ കാണാൻ. അല്ലെങ്കിൽ പിന്നെ നിന്നെ എവിടെയാന്ന് പറയേണ്ടി വരും. പുലിയൊക്കെ ഒന്ന് തന്നെ കൊണ്ടുപോയാലോ? അപ്പൊ ഇത് വരും മുരുക മുരുക പുലി മുരുക. നമുക്കൊരു കാവിന്റെ ഒരു പ്രതീതി കിട്ടുന്ന കുറെ സ്ഥലങ്ങളുണ്ട് കേട്ടോ. നടന്നോ?
വേഗം വാ. അശ്വതി വൈഷ്ണവ് ചിതന്യ വരുന്നുണ്ട് ഗൈസ്. നമുക്ക് വരെ വെയിറ്റ് ചെയ്യാം. വേഗം വാ, വേഗം വാ ഗൈസ്. അങ്ങനെ നമ്മൾ കാട്ടിലെത്തി ഗൈസ്. ഇതാണ് കേട്ടോ നമ്മുടെ സ്ഥലം. ഇതല്ല, കുറച്ചുകൂടെ നടക്കണം തോന്നുന്നു. Love you too. എടി നല്ല ക്യാമറ വേണം അതിനോടി. ഇത് പണ്ട് സ്കൂളിൽ നിന്ന് കാടിനുള്ളിലേക്കൊക്കെ ട്രിപ്പ് കൊണ്ടുപോലേ. പേടിപ്പിക്കില്ലട്ടോ. ഇവിടെ കുറെ വേസ്റ്റ് ഒക്കെ ഉണ്ട് ഗൈസ്. നമ്മൾ ഈ സ്ഥലത്തേക്കാണ് വന്നത്. ഇതാണ് നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരുന്ന സ്ഥലം. അതാ ഞാൻ ആലോചിക്കുന്നേ. ഇന്നവർക്ക് ഇത് വല്ല പാർക്കും ആക്കി പ്രഖ്യാപിച്ചൂടെ അല്ലേ? വല്ല സ്പോട്ടും ആക്കിയിട്ട് എന്തായാലും ഇവിടെ പാലൊക്കെ ഉണ്ടാക്കി വെച്ചിനെ. ഓക്കേടാ, ശരിയാടാ. ഇതിന് തുടക്കല്ലേ ഇതാണ് കേട്ടോ നമ്മൾ വന്ന സ്ഥലം. ആക്ച്വലി ഇവിടെ മൊത്തം കാട് പിടിച്ച് കിടക്കാണ് ഗൈസ്. ശരിക്കും ഒരു കാട്ടിൽ വന്ന പോലെ ഉണ്ട് കേട്ടോ. അഭിഷിക്ത എങ്ങോട്ട് വാ, ഞങ്ങളിവിടെ. അവൻ വരുന്നുണ്ട്, അവൻ വരുന്നുണ്ട്. ഫോണ് വേണോ? ഇവിടെ നിക്ക്, ഫോട്ടോ ഇറങ്ങാനപ്പുറത്ത് ഫോട്ടോ. ഏത് കൂടെ നടക്കുക? ഈ ബലഗേമ ചവിട്ടാൻ പറ്റുമോ? എല്ലാരും ഒരു സൈഡിൽ നിൽക്കല്ല, അങ്ങോട്ട് നടക്ക്. നടക്ക് നടക്ക്. വിച്ചതാ കമ്പിയിൽ ചവിട്ടിക്കോ. നീ കമ്പിയിൽ കയറിക്കോ. കമ്പിയുള്ള സ്ഥലം നോക്കി ചവിട്ടി. വൈഷ്ണയ്ക്ക് എന്തോ പറയാനുണ്ട് ഗൈസ്. ഇത്രയും വലിയ ഡിയോട്ടി കൊടുത്താ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും സക്സസ്ഫുള്ളി ഈ ദൗത്യം കംപ്ലീറ്റ് ചെയ്തു ഗൈസ്. എല്ലാവരും മുകളിലെത്തി. ഒരാളും കൂടി വിളിച്ചല്ലേ? അല്ല, ഒരാള് വീണാ പിടിക്കാൻ ഒരാളുണ്ടല്ലോ എന്ന്. വയസ്സാ എന്റെ ആയിരിക്കടി പേടി. ഓ, ട്രിപ്പ് പോയത് അമ്മയെന്ന് പറയാം. അമ്മേനോട് അയ്യോ, ഇവിടെ നിറയെ കൊതുണ്ട്. കൊതു കൊതു കൊതു. പിന്നെ അതെന്തിനു എല്ലാരും കേറി കേറി. മിസ്സ കേറിക്കൂട്. അയ്യോ, വെളിച്ചം കിട്ടൂലോ.
അങ്ങോട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ സ്ഥലങ്ങള്. അല്ല എന്നിട്ട് എവിടെ അവിടെ ഫ്രണ്ടിലെ ഇല്ലാത്ത സ്ഥലമുണ്ട്, ഓപ്പൺ ആയ സ്ഥലമുണ്ട് അവിടെ. ഞങ്ങൾ ഏകദേശം ഇരുട്ടായി തുടങ്ങി കേട്ടോ. അയ്യോ ഗൈസ്, ഞങ്ങൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ്. ബാക്കി പിന്നെ ഗൈസ് ഒരു ഹായ് പറഞ്ഞു കൊടുക്കേ. നമ്മള് സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ്.